Hi friends, welcome back to my channel, your online teacher. നമ്മൾ പ്ലസ് ടു ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള മുഴുവൻ ഫോർമാറ്റ്സുമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി ഒരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. മുഴുവൻ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ സ്പീച്ച്. വളരെ പ്രധാനപ്പെട്ട ഷുവർ ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സ്പീച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ദി ഡയസ് എന്ന് പറഞ്ഞും സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. ആൻഡ് അതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. I would like to speak on the topic. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഇതാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഒരു 2-3 പാരഗ്രാഫ് ആക്കി വേണം എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് I would like to conclude my words. Thank you. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് ന്യൂസിൽ നടന്ന കാര്യമോ ന്യൂസിൽ വന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ടുള്ള വിമൻ എംപവർമെൻ്റ് ഒക്കെ ആകുമ്പോൾ ഫേമസ് വിമൻ പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ അതിലേക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ സ്പീച്ചായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റ്, പിന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലും സ്പീച്ച് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. രണ്ടാമത്തേതാണ് റൈറ്റപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ്സ്. 6 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതിന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ്. അതിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ, ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, ഇതേപോലെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എസ്സേ തന്നെ പാരഗ്രാഫ് തിരിക്കുക, ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ എംപവറിങ് വിമൻ, റോൾ ഓഫ് ടീച്ചേഴ്സ്, കോർപ്പറൽ പണിഷ്മെൻറ്റ്, കുട്ടികളെ തല്ലുന്നതിൻ്റെ പറ്റിയിട്ട്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെയൊക്കെ പറ്റിയിട്ടാണ് റൈറ്റപ്സ് വരാൻ ചാൻസ് ഉള്ളത്. ദെൻ കമ്പാരിസൺ അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ദ പോയം. കമ്പാരിസൺ ആണ് കൂടുതലും വരാറുള്ളത്. ഒരു പോയം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ പോയം, ഒന്ന് നമ്മുടെ ടെക്സ്റ്റിലെ പോയം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തായിരിക്കും എഴുതാൻ വേണ്ടിയിട്ടുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ഇന്ന ആളുടെ ഇന്ന പോയം ആണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പാരഗ്രാഫ് തിരിച്ചു വേണം എഴുതാൻ. ഫസ്റ്റ് പാരഗ്രാഫിൽ അത് എഴുതണം, ഇതിന് നല്ലൊരു തീമാണുള്ളത്, ഇറ്റ് ഈസ് വെരി സ്ട്രൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പോയത്തിൻ്റെയും തീമും കാര്യങ്ങളും എഴുതാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ പോയത്തിൽ ഒരുപാട് പോയട്രി ഡിവൈസസ് ഉണ്ട്, ഒത്തിരി ഇമേജസ് ഉണ്ട്, അതുകൊണ്ട് ഈ പോയം കുറച്ചുകൂടി എഫക്റ്റീവ് ആകുന്നു. ഇതിൻ്റെ തീം സോഷ്യൽ റെലവൻസ് ഉള്ളതാണ്. ഇതിൽ പോയട്രി ഡിവൈസസ് ഇതൊക്കെയാണ്. അതിന് മുന്നത്തെ പാരഗ്രാഫിൽ ലൈൻ മീനിങ് എഴുതണം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫിൽ മീനിങ് എഴുതണം. തേർഡ് പാരഗ്രാഫിലാണ് പോയട്രി ഡിവൈസസിനെ പറ്റിയിട്ടൊക്കെ എഴുതേണ്ടത്, 2 പോയത്തിനെയും. ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഇതിൻ്റെ മെസ്സേജ്. പോയത്തിലൂടെ പോയറ്റ് കൊടുക്കുന്ന മെസ്സേജും നിങ്ങളുടെ ഒപ്പീനിയനും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് 4ാമത്തെ പാരഗ്രാഫ് എഴുതാം. ഓക്കെ, ദെൻ എസ്സേ. 4ാമത്തേതാണ് എസ്സേ. 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സ്പീച്ച് തന്നെ നമുക്ക് എസ്സേ ആക്കി എഴുതാം. ആ ഒരു സ്റ്റാർട്ടിങ് ഒഴിവാക്കിയാൽ മതി. സ്റ്റാർട്ടിങ് ഒഴിവാക്കി പാരഗ്രാഫ് തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എസ്സേ വരാൻ ചാൻസ് ഉള്ളത് വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്, ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ബ്യൂറോക്രസിയിലുള്ള കറപ്ഷൻ, അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് സ്പീച്ച് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ലെറ്റർ ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ട്. ഫ്രണ്ട്ലി ലെറ്റർ വരുമ്പോൾ നമ്മൾ ഹായ്ന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. പ്ലേസും ഡേറ്റ് ഇവിടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. പ്ലേസും ഡേറ്റ് ഇവിടെ തന്നെ എഴുതിയാൽ മതി. ഡിയർ ഫ്രണ്ട്, ഹോപ്പ് യു ആർ ഫൈൻ, എന്തായിരുന്നു നിൻ്റെ ജോബ്, ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ സ്പെഷ്യൽ എക്സ്പീരിയൻസ് വിത്ത് യു. എന്നിട്ട് നിങ്ങൾ വാങ്കാരും അതായത് സ്പീച്ച് കേട്ടതിൻ്റെമായി ബന്ധപ്പെട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഐ എം വെരി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, സാഡ് ആണെങ്കിൽ സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ലാസ്റ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ, ലെറ്റ് മീ കൺക്ലൂഡ് ലവിംഗ്ലി നിങ്ങളുടെ പേര് എഴുതാം. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ആ ഒരു ലെറ്റർ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റർ ചോദിക്കാവുന്നത് നമിത അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിനോ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതുന്നത് ചോദിക്കാം. അല്ലെങ്കിൽ അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ലെറ്ററോ ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്നതാണ് അനൗൺസ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഒരു സ്കിറ്റോ അല്ലെങ്കിൽ ഒരു പ്ലേ
അത് അനൗൺസ് ചെയ്യുന്നതിന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇത് തുടങ്ങാൻ പോവാണ്, ആരംഭിക്കാൻ പോവാട്ടോ എന്ന് അറിയില്ലേ കല്യാണ രാമല്ല, അതേപോലെ ആ ഒരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ്. വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഐറ്റം. യെസ്, എ സ്കിറ്റ് അല്ലെങ്കിൽ ഒരു വൺ ആക്ട് പ്ലേ ബൈ പെർസിവൽ വൈൽഡ് എന്നൊക്കെ പറയാം. ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്. ദി ക്യാരക്ടേഴ്സ് ആർ ഇന്ന ക്യാരക്ടർ ഇന്ന ആളാണ് കാണിക്കുന്നതെന്ന് പറയാം. ഏറ്റവും ലാസ്റ്റ് വാച്ച് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞാൽ മതി. The skit in the characters in the skit are Robert Valiant, Martha, John, Evie and Mr. Marshall. It has a good message. Watch and enjoy. Thank you എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എന്ത് എഴുതാം, അനൗൺസ്മെൻറ്റ് എഴുതാം. അനൗൺസ്മെൻറ്റ് ഒന്നെങ്കിൽ അവർ ഓഫ് ട്രൂത്തിൽ നിന്നായിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് വാല്യൂ ഫോർ ക്രിസ്മസിൽ നിന്നായിരിക്കും ചോദിക്കാം. പിന്നെ ഫേവർ ഓർ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് അത് സിമ്പിളാണ്, ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് എഴുതിയാൽ മതി. അത് വരാവുന്ന ടോപ്പിക് കോർപ്പറൽ പണിഷ്മെൻറ്റ് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചുകൊണ്ട് വരാം. സ്ത്രീകളുടെ വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഡെവലപ്മെൻറ്റും എക്കോളജിക്കൽ ഇംബാലൻസ് അതുമായി ബന്ധപ്പെട്ട്, കറപ്ഷൻ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഡ്രഗ് അബ്യൂസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ പാനൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അത് ഒരു പാനൽ കുറച്ച് പേര് ഇരിക്കുന്നു, അത് ഡിസ്കഷൻ. അപ്പോൾ അതിൽ ഗുഡ് മോർണിംഗ്, ചെറിയ സ്പീച്ച് പോലെ ഡിയർ പാർട്ടിസിപ്പൻറ്റ് ആൻഡ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഓൺ ദ ടോപ്പിക്. ദ ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിനെ പറ്റിയിട്ട്. പാനൽ ഡിസ്കഷൻ കറപ്ഷൻ ആയിരിക്കും ചോദിക്കുക, സ്പീച്ച് പോലെ തന്നെ. ഓക്കെ, സ്പീച്ച് പോലെ തന്നെ, പക്ഷേ അത്ര ഉണ്ടാവില്ല, ചെറുതാക്കി എഴുതാനേ ഉണ്ടാകുള്ളൂ. ലാസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ട്രീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടിട്ടോ, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നമ്മൾ ലിസൺ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടോ, ഡ്രഗ് അബ്യൂസ് അതിൻ്റെ ഹെൽത്തി പ്രോബ്ലം അല്ല ഹെൽത്ത് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ടോ, ഓണസ്റ്റ് ഒഫീഷ്യൽസിന് നമുക്ക് വേണ്ടതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് ഓഫ് ടീച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എന്ത് ചോദിക്കുക, പാനൽ ഡിസ്കഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ദെൻ ബ്ലോഗ് എൻട്രി. ബ്ലോഗ് ചോദിക്കുമ്പോൾ ബ്ലോഗ് എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണം, ഒരു ടേബിൾ വരച്ച് ഹെഡിങ് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം, സ്ലാഷ് ഇട്ടിട്ട് പേര് എഴുതണം. എന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളതിൽ ഷെയർ ചെയ്യുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ഡ്രഗ് അബ്യൂസ് ഞാൻ അത് വായിച്ചു, അതുമായി ബന്ധപ്പെട്ട് എൻ്റെ തോട്ട്സ് ഇതാണ്, അല്ലെങ്കിൽ അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് ഞാൻ കണ്ടു, എൻ്റെ ഒപ്പീനിയൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ തോട്ട്സാണ് നമ്മൾ ബ്ലോഗായിട്ട് എഴുതുന്നത്. അപ്പോൾ ബ്ലോഗായിട്ട് എഴുതാൻ ചോദിക്കാം, അമിഗോ ബ്രദേഴ്സിൻ്റെ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, ഡ്രഗ് അബ്യൂസിൻ്റെ ചോദിക്കാം, അതൊക്കെ ചോദിക്കാം. ഓക്കെ. പിന്നെ സ്പീച്ച് ഇൻട്രൊഡ്യൂസിങ് ദ ഗസ്റ്റ്. ഇർഫനാല നിങ്ങളുടെ സ്കൂളിൽ ഇത് അനൗൺസ് ചെയ്യാൻ ഓൺട്രപ്രണർഷിപ്പ് ക്ലബ്ബ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലബ്ബോ എന്തെങ്കിലും ഒരു ക്ലബ്ബ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പീച്ച് ചോദിക്കാം. അപ്പോൾ ആ ഒരു സ്പീച്ച് ആണെങ്കിൽ എങ്ങനെ എഴുതും? ഗുഡ് മോർണിംഗ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് എ ഗസ്റ്റ് ടു യു. ഒരു ഗസ്റ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹീസ് ഗ്രേറ്റ്, ഹീസ് എ മാൻ വിത്ത് വിഷൻ. യെസ്, ഇർഫൻ ആലം ഈസ് അവർ ചീഫ് ഗസ്റ്റ്. ഇർഫൻ ആലമാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഹീ ഈസ് എ യങ് ബിസിനസ് മാൻ. ഹീ ഈസ് ഫ്രം ബീഹാർ. ഹീ ഓർഗനൈസ്ഡ് റിക്ഷ പുള്ളേഴ്സ്. യങ് ബിസിനസ് മാൻ ആണ്, ബീഹാറിൽ നിന്നാണ് റിക്ഷ പുള്ളേഴ്സിനെ ഓർഗനൈസ് ചെയ്തു. ഹീ ഈസ് എ ഫൗണ്ടർ ഓഫ് സമാൻ ഫൗണ്ടേഷൻ. ഹീ ഈസ് എ റോൾ മോഡൽ ഫോർ us. I welcome the guest. Give him a big applause. I welcome all of you. Thank you എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റു വ്യക്തികൾ ഷഹീൻ മിസ്രി. അപ്പോൾ ഇവരെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. വാങ്കാരി മാതായി, സുധാമൂർത്തി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേമസ് പേഴ്സണാലിറ്റിയോ നമ്മുടെ ബുക്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറോ തന്നിട്ട് ചോദിക്കാം. അങ്ങനെ ഇൻ്റർവ്യൂ ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് വാട്ട് വാസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്? ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പ്രസൻറ്റ് പൊസിഷനുമായി ബന്ധപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആണോ? വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ നെക്സ്റ്റ് 3 years? നെക്സ്റ്റ് 3 yearsലേക്കുള്ള പ്ലാൻസ് എന്താണ്? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ ന്യൂ ജനറേഷൻ? ആൻസർ എഴുതാൻ പറഞ്ഞാൽ മാത്രം ആൻസറും കൂടി എഴുതിയാൽ മതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. വാങ്കാരി മത്തായി ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആകാം, ഷഹീൻ മിസ്രി ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആകാം, ഇർഫൻ ആലമായിട്ടുള്ള ഇൻ്റർവ്യൂ ആകാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ദെൻ ഇമെയിലാണ്. ഇമെയിൽ വരുമ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്. 2 വയ്ക്കണം. ദെൻ സബ്ജക്റ്റ് ഇൻവിറ്റേഷൻ, ഷഹീൻ മിസ്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഏത് വേണമെങ്കിലും വരാം കേട്ടോ. ഫോമാറ്റ് അറിഞ്ഞിരിക്കുക. 2 വയ്ക്കുക. 2 ഇമെയിലയുടെ സബ്ജക്റ്റ് ഡിയർ മേഡം, ഹോപ്പ് യു ആർ ഫൈൻ. ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യുവർ സ്പെഷ്യൽ മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ അതിന് ഇൻട്രൊഡക്ഷൻ എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ കാര്യം എഴുതുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, താങ്കിങ് യു, നെയിം, സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് സൗഹൃദ ക്ലബ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ബ്ലർബ്.
ബ്ലർബ് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ബോക്സ് വരയ്ക്കാം. മാത്സ് ബോക്സ് എന്ന് എഴുതാം ആശാപൂർണ ദേബി. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശാപൂർണ ദേബി. ദ തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്. നമിതയാണ് മെയിൻ ക്യാരക്ടർ. അജിത്ത് ഹസ്ബൻഡാണ്. നമിതയുടെ ലൈഫ് മാത്സ് ബോക്സുമായി കമ്പയർ ചെയ്തിരിക്കുകയാണ്. അജിത്ത് വെരി അൺകൈൻഡ് ആൻഡ് ക്രൂവലാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് പവർഫുള്ളാണ്. ഓദറിൻ്റെ ഒരു മാസ്റ്റർ പീസാണിത്. മസ്റ്റ് റീഡ് ഷോർട്ട് സ്റ്റോറിയാണ്. മാത്സ് ബോക്സ് ഒറിജിനലി ബംഗാളിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് എഴുതിയതിന് ശേഷം കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ABC പബ്ലിഷേഴ്സ്, കാരണം നമ്മൾ ബുക്കിൻ്റെ ബാക്കിൽ കാണുന്ന സംഭവമില്ലേ, വായിക്കാനൊക്കെ ബുക്ക് വാങ്ങിക്കുമ്പോൾ അതാണിത്. അപ്പോൾ ₹180 ABC പബ്ലിഷേഴ്സ് കോട്ടയം. എന്നിട്ട് ഫോണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ നമ്പറും കൂടി എഴുതി വയ്ക്കാം. 00112255 എന്ന് പറഞ്ഞ നമ്പറും കൂടി എഴുതി വെച്ചാൽ ഈ ഒരു ബ്ലർബ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ലെറ്റർ ഓഫ് എൻക്വയറി ചോദിക്കാം. അപ്പോൾ ബ്ലർബ് ചോദിക്കാവുന്നത് ഒന്ന് മാത്സ് ബോക്സ് ചോദിക്കാം, ഹൊറഗല്ലു ചോദിക്കാം, സ്റ്റാമർ ചോദിക്കാം, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ആർക്കെന്ന് ആരായുണ്ട് കേട്ടോ. പിന്നെ ലെറ്റർ ഓഫ് എൻക്വയറി വരുമ്പോൾ നിങ്ങൾ എക്കോ ക്ലബിൻ്റെ സെക്രട്ടറി ആണ്. പറമ്പിക്കുളം നേച്ചർ ക്യാമ്പ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് നിങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്: ഫ്രം ദ സെക്രട്ടറി നേച്ചർ ക്ലബ്ബ് GHSS കോഴിക്കോട്, ഡേറ്റ് ടു ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ പറമ്പിക്കുളം പാലക്കാട്, സർ ഓർ മാഡം, സബ്ജക്റ്റ് എൻക്വയറി റിഗാർഡിംഗ് നേച്ചർ ക്യാമ്പ്. The members of the Echo Club of our school are planning to attend a nature camp at Parambikulam in the last week of June 2020. We have 40 members. അത് പറയണം, including 5 teachers എന്നും കൂടി എഴുതിക്കോ. Kindly inform me the details of the camp. I would also like to know about the food and accommodation facilities. Food and accommodation facilities നെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുണ്ട്. Yours faithfully, Secretary, Nature Club. ഇനി ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്ററായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, പീപ്പിൾ മേ ഹാവ് ടു പേ ഫോർ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇൻ ന്യൂഡൽഹി, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇന്ത്യ. അവിടെ പൊല്യൂഷൻ ആയിട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ടു കൺട്രോൾ എയർ പൊല്യൂഷൻ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ടു ദ എഡിറ്ററാണ്. അപ്പോൾ ഫ്രം അഡ്രസ്സ് നെയിം എല്ലാം വയ്ക്കുക. ടു അഡ്രസ്സ് എഡിറ്റർ ദ ഹിന്ദു സർ, സബ്ജക്റ്റ് എഴുതണം കേട്ടോ. സർ കണ്ട് സബ്ജക്റ്റ് കൂടി എഴുതണം. I invite your attention to a special matter. It is very serious. The people of the capital city have no fresh air to breathe. Air pollution is the main problem. There are many consequences. People suffer from different lung diseases. People need oxygen cylinders for existence. We should try to solve the problem. It is very important. Government should take steps to control air pollution. All vehicles should be banned. It is our duty to protect the nature. Let's work hard to bring under control. Yours truly, SD name എന്ന് എഴുതി കഴിഞ്ഞാൽ ലെറ്റർ ടു ദ എഡിറ്ററായി. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന അട്രോസിറ്റീനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഡ്രഗ്സ് യങ് ജനറേഷനെ സ്പോയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാം. ദെൻ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി ഇതായി ഒരൊറ്റ ഫോമാറ്റ് പഠിച്ചാൽ മതി. മെയിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ടീച്ചിങ് പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിലേക്കോ ആയിരിക്കും വേക്കൻസി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രം അഡ്രസ്സ് വയ്ക്കുക, ഡേറ്റ് വയ്ക്കുക, ടു അഡ്രസ്സ് മാനേജർ ABC കോളേജ് ആർട്സ്, ഡിയർ സർ, സബ്ജക്റ്റ് വയ്ക്കുക ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ്. എന്നിട്ട് ഇത് പറയണം, ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണെന്ന് പറയണം. ഐ സോ ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് അറ്റ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഇൻ 2020. ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, നെറ്റ് പാസ്സായതാണ്, ആമ്പിൾ ടീച്ചിങ് എക്സ്പീരിയൻസ് 8 ഇയേഴ്സിൻ്റെ ഉണ്ട് ഹയർ സെക്കൻഡറി സെക്ടറിൽ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ. ഇഫ് യു സെലക്ട് മീ, ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂമി വിത്ത് ഇറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. I look forward to meeting you soon to discuss further matters. Sincerely, signature. ഇത്ര എഴുതിയാൽ 4 മാർക്കായി. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററായി. ബാക്കി 4 മാർക്ക് റെസ്യൂമിക്കാണ് വരുന്നത്. റെസ്യൂമി എഴുതുമ്പോൾ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, ഫോട്ടോ, അഡ്രസ്സ് ഇങ്ങനെ തന്നെ വേണമെന്നില്ല. റെസ്യൂമി താഴെ എഴുതിയാലും മതി. റെസ്യൂമിക്ക് ഒരു ഫിക്സഡ് ഫോർമാറ്റ് ഇല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതുമ്പോൾ ലൈനായിട്ട് എഴുതണം. MA, B.Ed, നെറ്റ്, +2 താഴേക്ക് എഴുതുക. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. കുറച്ച് സ്കില്ല് MS Word, MS Excel, PowerPoint, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നൊക്കെ എഴുതുക. ലാംഗ്വേജസ് എഴുതുക. അതെല്ലാം താഴെ എഴുതുക. ഇൻട്രസ്റ്റ്. അതിനുശേഷം ഡിക്ലറേഷൻ. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഗിവൺ അബവ് ആർ ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീവ്. സൈൻ നെയിം.
എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസും എഴുതണം കേട്ടോ. ടീച്ച് ഫോർ ഇന്ത്യ പോസ്റ്റിലേക്കോ, ടീച്ചർ ഫോർ ഇന്ത്യയിലെ ടീച്ചർ പോസ്റ്റിലേക്കോ, സമ്മാൻ ഫൗണ്ടേഷനിലെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കോ, പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കൊക്കെയാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 14 ഫോർമാറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ ഒരെണ്ണം വരാൻ ചാൻസ് ഉള്ളതാണ് പ്രസ്സി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കണം. നമുക്ക് തന്നിട്ടുള്ള സംഭവത്തിന് 1/3 ലെങ്ത്തിലേക്ക് ഷോർട്ടാക്കി എഴുതിയാൽ മതി. പിന്നെ ഇത് കൂടാതെ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല. ഫോർമാറ്റ് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അത് നല്ല രീതിക്ക് എഴുതാം. ദെൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുമ്പോൾ അതിന് ഹെഡിങ് കൊടുക്കണം, പ്ലേസ് കൊടുക്കണം, പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം. എന്നിട്ട് ഈ സംഭവത്തെ പറ്റിയിട്ട് മേയർ പറഞ്ഞത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു കോട്ട് കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാകും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നല്ല രീതിക്ക് പഠിച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു.